നമ്മളങ്ങനെ ഇന്ന് എമ്പുരാൻ കാണാൻ പോവുകയെന്ന് ഇപ്പൊ 2 ദിവസം ആകുമ്പോൾ തന്നെ പല വിവാദങ്ങളും കേൾക്കുന്നുണ്ട്. ഇനി തിങ്കളാഴ്ച മുതൽ ഒരുപാട് കട്ടിങ് ഒക്കെ ഉണ്ടാവുന്ന പറയുന്നത്. ഏതായാലും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നേ ബുക്ക് ചെയ്തു. ശ്രീകുട്ടിക്ക് പിന്നെ സ്കൂള് തുടങ്ങിയോണ്ട് പിന്നെ വെച്ച് നാളെ സൺഡേ അല്ലേ, കുറച്ചും കൂടി ഈസിയാണ് ഇന്ന് വീക്കെൻഡ് ആകുമ്പോൾ. അങ്ങനെ പോവാന്ന് വെച്ചിട്ടാണ് 29th നമ്മൾ ബുക്ക് ചെയ്ത്. അപ്പോ എമ്പുരാൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ആദ്യത്തെ ഐമാക്സ് എക്സ്പീരിയൻസ് ഉള്ള മൂവിയാന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മളിന്ന് ഐമാക്സിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തു. അതുകൊണ്ട് ഇവിടെ അടുത്തുണ്ട് ഒരു തിയേറ്ററിൽ, നടന്നുകൊണ്ട് ദൂരേ ഉള്ളൂ. പക്ഷെ എന്നാലും ഞങ്ങൾ കുറച്ച് ദൂരമില്ല ഐമാക്സ് വലിയ തിയേറ്ററിൽ തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. ഓൾറെഡി ബുക്ക് ചെയ്തായിരുന്നു റിലീസ് ആവുന്നതിന് മുന്നിൽ. അപ്പൊ ഇന്നാണ് നമുക്ക് ഒന്ന് സീറ്റ് ഒത്തു കിട്ടിയത്. അപ്പൊ ഇന്ന് ഏതായാലും ഞങ്ങൾ പോകുന്നുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂ പറയാം. കുറെ ആൾക്കാര് നല്ലത് പറയുന്നുണ്ട്, കുറെ ആൾക്കാര് മോശം പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് പറയാം. കുറച്ച് പൊളിറ്റിക്കൽ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ചെറിയൊരു ഇഷ്യൂ ഒക്കെ വന്നു. അപ്പൊ എന്താണെന്നറിയില്ല. സിനിമയായിട്ട് കാണണമെന്ന് എല്ലാവരും പറയുന്നത്. എന്നാലും ഞങ്ങള് സിനിമയായി കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറയാം. അതെ, നമ്മളങ്ങനെ ഇപ്പൊ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന്. അനന്തു, നമുക്ക് ഷോ 7:15 ചേട്ടാ, 7:15 അപ്പൊ നമ്മള് കുറച്ച് നേരത്തെ ഇറങ്ങി, കുറച്ചൊന്ന് ഇങ്ങനെ കറങ്ങലും ചെയ്യാന്ന് വിചാരിച്ചു മുന്നേ ആയിട്ട്. പിന്നെ നമ്മള് പോകുന്നത് ഫിനിക്സ് മില്ലേനിയത്തിലേക്കാ പോകുന്നത്. ഇവിടുന്ന് അധികം ദൂരമില്ല, ഒരു അരമണിക്കൂറുണ്ടോ. വാക്കടിയിലാണ്. ബ്ലാക്ക് ഡ്രസ് ആട്ടോ നമ്മള് എമ്പുരാൻ കാണാൻ വേണ്ടിട്ട് സ്പെഷ്യൽ ബ്ലാക്ക് ഡ്രസ്സിലാണ്. വിജേഷാണ്ണും ശ്രീകുട്ടി അനന്തുവെല്ലാം ബ്ലാക്ക് ആണ്. ഞാൻ പിന്നെ ബ്ലാക്ക് ഡ്രസ് ഇട്ട് പോണം എന്നാ പറഞ്ഞിരിക്കുന്നത് മോഹൻലാല്. അതുകൊണ്ട് നമ്മള് ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് പോകാം. ഞാൻ പിന്നെ ബ്ലാക്ക് ഇട്ടില്ല, എല്ലാരും ബ്ലാക്ക്. ഞാൻ പിന്നെ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ ബ്ലാക്ക് ഇട്ടില്ല, മാറ്റി പിടിച്ചു. എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ശ്രീകുട്ടി അതെ, ഞാൻ കുറച്ച് മാറ്റി പിടിച്ചു. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ജസ്റ്റ് ഫേസ്ബുക്കില് ഇന്ത്യ ടുഡേയിലൊക്കെ വന്നു സിനിമേനെ കുറിച്ചിട്ട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി കട്ടിങ്ങിന് വേണ്ടിട്ട് ഷോ ഇല്ലയോ അത് നമുക്കറിയത്തില്ല. ഇല്ല, തിങ്കളാഴ്ച മുതൽ എന്നാ പറയുന്നത് ന്യൂസിലല്ലോ. 17 ഭാഗങ്ങൾ കട്ട് ചെയ്ത് മൂവി വരുന്ന പറയുന്നത്. എന്തിനാന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഏതായാലും ഇന്നിപ്പോ സാറ്റർഡേ അത് അല്ലേ, ഞങ്ങള് വെയിറ്റ് ചെയ്ത ഒരു നല്ലൊരു മൂവിയായിരുന്നു. നമ്മള് മുന്നേ പ്ലാൻ ചെയ്താണ്. ഇവരിങ്ങനെ എക്സാം ടൈമിലെല്ലാം മുന്നേ എമ്പുരാൻ വരുന്നുണ്ട് റിലീസ് പിന്നെ മാർച്ച് 27 എന്ന് പറയുമ്പോ എന്തായാലും നമ്മൾ തിയേറ്ററിൽ പോയി കാണണല്ലേ. നമ്മളങ്ങനെ എല്ലാ മൂവിയും തിയേറ്ററിൽ പോയി കാണലില്ല, തിയേറ്ററിൽ പോയി കാണണം എന്തായാലും അല്ലേ. അങ്ങനെ പ്ലാൻ ചെയ്തയാ. അങ്ങനെ ഇന്നിപ്പോ 29 അപ്പൊ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടി പോയിന്ന് അല്ലേ. ജസ്റ്റ് ഇന്നോക്സ് മെഗാപ്ലെക്സ്. നമ്മള് മാളിലെത്തി. കുറച്ച് നേരത്തെ എത്തിയായിരുന്നു. നമ്മളൊന്ന് കറങ്ങി നടക്കാന്നെല്ലാം വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. സമയം ഉണ്ടായിരിക്കും, 7:15 പടം അല്ലേ. വില്ലേനത്തിലെത്തി. ഏറ്റവും മുകളിലാണ് തിയേറ്റർ. നമ്മൾ അവിടുന്ന് എമ്പുരാൻ ഇന്ന് കാണുന്നതായിരിക്കും. നല്ലൊരു മാളാണ്, ഏറ്റവും വലിയ. ഞങ്ങളത് 3rd ഫ്ലോറിലാണ്. ഐമാക്സ് ഇന്നോക്സ് മെഗാപ്ലെക്സ് തിയേറ്ററാണ്. ഐമാക്സ് ഉണ്ട്, 4D ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സിനിമ കാണാനുള്ള ത്രില്ലിലേക്ക് അല്ലേ. എല്ലാവരും സിനിമ കാണാനുള്ള ത്രില്ല്. അനന്തു സിനിമ കാണാനുള്ള ത്രില്ലിലാ. സൂപ്പർ മൂവി.
നമ്മള് ഇന്നലെ എമ്പുരാൻ കാണാൻ ഇന്ന് വരുന്നതിന് മുന്നില് ഇന്നലെ വീട്ടിൽ നിന്ന് ഞങ്ങള് ലൂസിഫറും കണ്ടു. ലൂസിഫർ ഓർമ്മ പുതുക്കണ്ടേ, കുറെ നാളായിട്ട് കാണാത്തതാണ്. ഓർമ്മയെല്ലാം പുതുക്കി. അപ്പൊ ഇന്ന് നമ്മള് എമ്പുരാൻ കാണാൻ പോവാണ്. നമ്മള് സിനിമ തുടങ്ങുന്നതിന് മുന്നില് ചെറിയൊരു വിശപ്പടക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇത് കഴിച്ചിട്ട് വേണം ഇവിടെ നമ്മൾ ഈ തിയേറ്ററിന്റെ അടുത്ത് ഇവിടെ ഒരുപാടുണ്ട്. ഫുഡ് മാൾ ഉണ്ട്, എല്ലാം ഒരുപാടുണ്ട്, പലതരം എല്ലാം കിട്ടും. അങ്ങനെ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. 7:15 മൂവി തുടങ്ങും. ഇതിനകത്ത് ഐമാക്സ് തിയേറ്റർ, പിന്നെ കിഡ്സിന് സ്പെഷ്യൽ ആയിട്ടൊരു തിയേറ്ററും കൂടിയുണ്ട് ഇവിടെ അല്ലേ? എന്തോ കിഡ്സ് അല്ലേ, കിഡ്സിന് സ്പെഷ്യൽ 3D മൂവി എല്ലാം ഇവിടെ കാണാം. സ്പെഷ്യലാണ്. ആൾക്കാരിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഒരുപാടുണ്ട് മലയാളീസ്. ഐമാക്സ് ഉള്ള വലിയ സ്ക്രീനാണ്. You cannot fight a cyclone, so it is better to be safe. Secure your house, especially. Instant discounts and cashbacks on movie tickets and cinema food when you pay through our bank partner. Avail exclusive offers. അങ്ങനെ നമ്മള് എമ്പുരാൻ കണ്ടിട്ട് വീട്ടിലെത്തി. അടിപൊളി പടം. എന്താ പറയാ, ലാസ്റ്റ് പടം തീർന്നപ്പോ ആ ഒരു പാട്ടല്ലേ, നമുക്ക് ഇറങ്ങി വരാൻ തോന്നൂല. നല്ല പാട്ട്, പിന്നെ നല്ല ഹോളിവുഡ് എന്നാന്ന് ഒന്നും മനസ്സിലാവാതെ ആദ്യം കാണുമ്പോ തോന്നുന്നു നമ്മള് ഹിന്ദി പടാണോ കാണുന്നത്, പിന്നെ തോന്നുന്നു ഇംഗ്ലീഷാണോ കാണുന്നത്, പിന്നെ കേരളത്തിന്റെ കാണിക്കുമ്പോ മലയാളം പടം കാണുന്നില്ല ഒരു ഫീലായി. പിന്നെ മോഹൻലാലിന്റെ എൻട്രി തകർപ്പൻ എൻട്രി ആയിരുന്നു. ഏതാന്ന് സെറ്റപ്പ്, രണ്ട് എൻട്രി ഉണ്ട്. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല എഫക്റ്റ്,
അത് പിന്നെ ഐമാക്സ് തന്നെ ഇത് കാണണം. അതിന്റെ മെയിൻ അതിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഐമാക്സ് ഏതാണ് അതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി, സൗണ്ട് എഫക്റ്റ് എല്ലാം തകർത്ത്. അപ്പോ നല്ല മൊത്തം ഫുൾ മൂവി മൊത്തം പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കിഡിലെ നല്ലല്ലേ, എന്താ പാട്ടെല്ലാം എന്താ ഫീല്, അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ടും നല്ലത്. നമുക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷെ കൊറേ ആൾക്കാര് നല്ലത് പറഞ്ഞിട്ട് കൊറേ മോശം, അത് ഓരോ ആൾക്കാരുടെ അഭിപ്രായം. പക്ഷെ അത് വെറുതെ രാഷ്ട്രീയം വൽക്കരിച്ചിട്ട് പറയുന്നതാണ്, അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നല്ല ഇഷ്ടമായി. സിനിമയായിട്ട് കാണാം. ഇപ്പം അതിലൊന്നാണ് കോൺഗ്രസ്, മാർക്സിസ്റ്റ്, BJP അങ്ങനെ പലതും കാണിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല. അതെ, സിനിമ സിനിമയായിട്ട് കാണും. സിനിമയായിട്ട് കാണാം. നല്ല ഓരോ ഫ്രെയിമല്ലേ, ഓരോ എന്താ പറയാ സൂപ്പർ, ഓരോ ഫ്രെയിമും കിടില. പൃഥ്വിരാജ് കലക്കി. അതുകൊണ്ട് അടിപൊളിയായി, എല്ലാം കൊണ്ടും അടിപൊളി സിനിമ. നല്ലോണം ഇഷ്ടമായി. അനന്തുവിനെ സാധാരണ മലയാളം പടം കാണാൻ പോയി കഴിഞ്ഞാല് കുറച്ച് സമയം ബോറടിക്കുന്ന ഫുൾ എനർജിയിൽ കണ്ടു. ഫുൾ മൂവി ഇഷ്ടമായി എന്ന് പറഞ്ഞു. അല്ല, മോഹൻലാലിന്റെ ഓരോരോ സീന്, മോഹൻലാലിനെ കാണിക്കുന്ന ഓരോ എൻട്രി സീന് എല്ലാം പൃഥ്വിരാജിന്റെ ആ ഒരു ആക്ഷനും, സുരാജ് ആയാലും മറ്റേ ബൈജു എല്ലാരും എന്തിനൊന്നും മെച്ചം. അടിപൊളിയായിരുന്നു. നല്ല ഇതായിരുന്നു. എന്നാണ് സിനിമാറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നില്ലേ, വീഡിയോഗ്രാഫി, എഡിറ്റിങ്, എന്തോ ആയിക്കോട്ടെ, പവർഫുൾ സൗണ്ട്, അത് ഇത് കാണേണ്ട ഒരു സിനിമയാണ്. ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല തന്നെ പറയാം. അടിപൊളി ഇത് സിനിമാറ്റിക് ഇഫക്റ്റ് അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണും. മിക്കവാറും എല്ലാരും കണ്ടിട്ടുണ്ടാവും. എന്നാലും കാണാത്തവര് പോയി കാണും. കാണുന്ന ഐമാക്സിൽ കാണാം. ഐമാക്സ് എക്സ്പീരിയൻസ് മലയാളത്തില്. പക്ഷെ അതിന്റെ സ്ക്രീന് ഫുൾ സ്ക്രീനിലില്ല സിനിമ. ഇപ്പൊ പകുതി ഇതായിട്ടാണുള്ളത്. ഫുൾ സ്ക്രീനിന്റെ അല്ല, പക്ഷെ എന്നാലും അതിൻ്റെതായ സൗണ്ട് എഫക്റ്റും അതിന്റെ ക്ലാരിറ്റിയും എല്ലാം കാണാനുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഏത് രീതിയിലായിരുന്നു, ഏതൊരു തരത്തിൽ പറഞ്ഞാലും എല്ലാം കൊണ്ടും അടിപൊളി. നമുക്ക് നല്ലോണം ഇഷ്ടമായി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. നമ്മളിനി ഒരു കിടന്നുറങ്ങട്ട്. ഇപ്പം സമയം 11:30 എത്തുമ്പോഴേക്കില് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരാം. ഓക്കെ, ബൈ.